നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും നമ്മൾ ഒരേ വെയിറ്റേജാണ് കൊടുക്കാറുള്ളത്. മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം വരികയാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും. അതേപോലെ പ്രവാസികളായിട്ടുള്ള പിതാക്കളുടെ മുന്നിലേക്ക് നമ്മളുടെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികൾ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മൂന്നാമത്തെ സ്റ്റേജ്, നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ലീവൊക്കെ പാസ്സായി ടിക്കറ്റും പാസ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായി അറിയാം നമുക്ക് ഓരോ സന്തോഷങ്ങൾക്കും എത്രമാത്രം വെയിറ്റേജ് ഇടണമെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദുഃഖങ്ങൾക്ക് നമ്മൾ അങ്ങനത്തെ വെയിറ്റേജ് അല്ല ഇടുക. നമ്മളിപ്പോൾ ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്, ആ ബസ് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ദുബായിലൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്, നമുക്ക് നിരന്തരം കിട്ടാറുള്ളതാണ് ഫൈനുകൾ. ഫൈൻ അടിക്കുമ്പോഴും നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ വിഷമം ഉണ്ടാവാറുണ്ട്, നമ്മളിൽ നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടാലും നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും നമുക്ക് വേദനിക്കാറുണ്ട്. ഈ ഓരോ ദുഃഖത്തിനും നമ്മൾ ഇടുന്ന വെയിറ്റേജ് അത് വ്യത്യസ്തമായിരിക്കും. ബസ് നഷ്ടപ്പെട്ടാൽ നമ്മൾ ചിലപ്പോൾ ഇടുന്ന വെയിറ്റേജ് നമുക്ക് എന്തോ ജോലി നഷ്ടപ്പെട്ട മാതിരിയായിരിക്കും. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലോ നമ്മളുടെ ജീവിതത്തിലെല്ലാം കഴിഞ്ഞു എന്നൊരു തോന്നലാണ് ഉണ്ടാവുക. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷത്തിനും സങ്കടങ്ങൾക്കും നമുക്ക് ഒരിക്കലും തടയിടാൻ കഴിയില്ല. പക്ഷേ എല്ലാ കാലത്തും ഈ സങ്കടങ്ങളിൽ മുങ്ങിക്കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള സൊല്യൂഷൻ എവിടെയുള്ളതെന്നറിയാമോ? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. മനസ്സിൻ്റെ ഉള്ളിലെ ആ സൊല്യൂഷൻ തുറന്നിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും കൃത്യമായ ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ അതിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തെവിടെയോ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ? ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളെയൊക്കെ പടച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിന് മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു ബെറ്റർ പ്ലാൻ കൊണ്ടുവരാൻ കഴിയുക എന്ന് വിശ്വസിക്കാം.